നമസ്കാരം. മലയാളി വാർത്ത ഇൻസൈഡിലേക്ക് സ്വാഗതം. മന്ത്രി ഗണേഷ് കുമാറിൻ്റെ രണ്ടാമത്തെ ഭാര്യ ഉന്നയിച്ചിട്ടുള്ള ചില ആരോപണങ്ങൾ വലിയ ഒരു രാഷ്ട്രീയ കോളിളക്കം തന്നെ സൃഷ്ടിച്ചിട്ടുണ്ടായിരുന്നു. എന്നാൽ അതൊക്കെ തന്നെ ഒരു കുടുംബ പ്രശ്നമാണ് എന്ന് പറഞ്ഞുകൊണ്ട് തള്ളുകയാണ് ഉണ്ടായത്. ഭാര്യ ബിന്ദു ഉയർത്തിയ പരാതിയെ ചുറ്റിപ്പറ്റിയ വിവാദം അതുകൊണ്ട് തന്നെ ഒരു സാധാരണ കുടുംബ വിവാദമല്ല എന്നുള്ളത് വേണം പറയാൻ. ഇത് കേരള സമൂഹത്തിൻ്റെ പല ആന്തരിക ഘടനകളെ തുറന്നു കാണിക്കുന്ന ഒരു സംഭവമാണ്. ഇവിടെ ചോദിക്കപ്പെടുന്ന അല്ലെങ്കിൽ ഇവിടെ ഉയർന്നു വരുന്ന ഒരു പ്രശ്നം ഒരു വ്യക്തിയുടെ വ്യക്തി ജീവിതത്തെക്കുറിച്ചല്ല. അധികാരവും അതുപോലെ തന്നെ ഒരു രാഷ്ട്രീയക്കാരൻ എന്ന നിലയിൽ പാലിക്കേണ്ട ജനാധിപത്യ മര്യാദകളൊന്നുമില്ലാതെ ഒരു മന്ത്രി നടത്തിയിട്ടുള്ള അല്ലെങ്കിൽ മന്ത്രിക്കെതിരെയുള്ള ഗുരുതരമായിട്ടുള്ള ആരോപണങ്ങളാണ്. ഒരു പൊതുപ്രവർത്തകന്റെ സ്വകാര്യ ജീവിതം എത്രത്തോളം സ്വകാര്യമാണ് എന്ന ചോദ്യത്തിനൊപ്പം അധികാരവും സാമൂഹ്യ ഉത്തരവാദിത്വവും തമ്മിലുള്ള ബന്ധവും ഇവിടെ ഉയരുന്നുണ്ട്. ഏതായാലും ആ ഒരു വിവാദം അതൊരു കുടുംബ പ്രശ്നമാണ് എന്ന് പറഞ്ഞുകൊണ്ട് ഒരു ഫുൾ സ്റ്റോപ്പ് ഇട്ടു എങ്കിലും ഇപ്പോൾ മന്ത്രി പത്നിയുമായി ബന്ധപ്പെട്ട ചില വലിയ അഴിമതി കഥകൾ പുറത്തു വന്നുകൊണ്ടിരിക്കുകയാണ്. കഴിഞ്ഞ ദിവസമൊക്കെ തന്നെ കേരാഫെഡും മിൽമയും അതുപോലെ തന്നെ മന്ത്രിയുടെ ഭാര്യയുടെ കമ്പനിയുമായി ബന്ധപ്പെട്ട ചില വിവാദങ്ങൾ പുറത്തു വന്നിട്ടുണ്ടായിരുന്നു. ഏതായാലും ഇന്ന് അതിൻ്റെ കൂടുതൽ വിശദാംശങ്ങൾ പുറത്തു വരികയാണ്. ഈ ഒരു വിവാദങ്ങൾ ഉയർന്നു വന്നപ്പോൾ കേരാഫെഡിൻ്റെ വിശദീകരണം ഇപ്രകാരമായിരുന്നു: മൊത്ത വ്യാപാര ഏജന്റിനെ വെളിച്ചെണ്ണ വിൽക്കുന്നതിന് കരാർ വിളിക്കേണ്ടതില്ലെന്നാണ് കേരാഫെഡ് നൽകിയിട്ടുള്ള വിശദീകരണം. എന്നാൽ മറ്റാരുമായും വിദേശത്ത് ഉൽപ്പന്നങ്ങൾ വിൽക്കുന്നതിന് കേരാഫെഡ് ഇത്തരത്തിൽ കരാറുണ്ടാക്കിയിട്ടില്ല. ഭാര്യ ബിന്ദു മേനോന്റെ കമ്പനിക്ക് സർക്കാർ ഓർഡറുകൾ കിട്ടിത്തുടങ്ങിയതും 2023 ഗണേഷ് കുമാർ മന്ത്രി പദത്തിലെത്തിയ ശേഷമെന്നാണ് GST രേഖകൾ വ്യക്തമാക്കുന്നത്. അതായത് 2023 ഗണേഷ് കുമാർ ഗതാഗത മന്ത്രിയായിട്ട് സ്ഥാനമേൽക്കുന്നു. അതിനുശേഷമാണ് ഇത്തരത്തിൽ തൻ്റെ ഭാര്യയുടെ കമ്പനിക്ക് ഈ ടെൻറ്റുകളെല്ലാം തന്നെ ലഭിക്കുന്നത്. 2019 മിഡ്നൈറ്റ് സൺ ഗ്ലോബൽ എന്ന കമ്പനി തുടങ്ങിയതെങ്കിലും KB ഗണേഷ് കുമാർ 2021 തെരഞ്ഞെടുപ്പിൽ മത്സരിക്കുമ്പോൾ സത്യവാങ്മൂലത്തിൽ ഭാര്യയുടെ പേരിലുള്ള ഈ കമ്പനിയുടെ വിവരങ്ങൾ ഉൾപ്പെടുത്തിയിട്ടില്ല. എന്നാൽ ദുബായിൽ അവർക്കുള്ള കമ്പനിയുടെ വിവരങ്ങൾ നൽകിയിട്ടുണ്ട് എന്നാണ് റിപ്പോർട്ടുകൾ. മന്ത്രി പത്നിക്ക് മറ്റു ചില സർക്കാർ വകുപ്പുകളിലും ഇത്തരത്തിൽ കരാറുകൾ ലഭിച്ചെന്നും സൂചനയുണ്ട്. കൃഷി വകുപ്പിനും വിവിധ പദ്ധതികളിൽ ആവശ്യമായ ചെടിച്ചട്ടി നൽകാൻ തയ്യാറാണെന്നും ഇതേ കമ്പനി കത്ത് നൽകിയിരുന്നുവെങ്കിലും അനുകൂല നടപടി ഉണ്ടായിട്ടില്ല. കേരാഫെഡിൽ നിന്നും 2025 ജാനുവരി 3 13,92,000 രൂപയുടെ വെളിച്ചെണ്ണ കമ്പനി വാങ്ങിയതിൻ്റെ വിവരങ്ങളും GST രേഖകളുണ്ട്. ജനുവരിയിലും മാർച്ചിലുമായി 43,98,000 രൂപ ഇടപാടുകൾ മിൽമയുമായി നടന്നിട്ടുണ്ട്. മത്സര പ്രക്രിയയില്ലാതെ ഒരു കമ്പനിക്ക് ഇങ്ങനെ കരാർ നൽകുന്നത് ക്രമവിരുദ്ധമാണെന്നും ബന്ധപ്പെട്ട വകുപ്പുകളിൽ വിമർശനമുയർന്നിരുന്നു. മന്ത്രിയുടെ കുടുംബാംഗം നടത്തുന്ന കമ്പനിയുമായി കരാർ ഉണ്ടാക്കിയതിലെ അനൗചിത്യത്തെക്കുറിച്ചും വിശദീകരണമില്ല. മന്ത്രി KB ഗണേഷ് കുമാറിന്റെ ഭാര്യ ബിന്ദു മേനോന്റെ കമ്പനിയായ മിഡ്നൈറ്റ് സൺ ഗ്ലോബലിന് സർക്കാർ ഓർഡറുകൾ കിട്ടിത്തുടങ്ങിയത് 2023 ഗണേഷ് കുമാർ മന്ത്രി പദത്തിലെത്തിയ ശേഷമാണെന്നാണ് GST രേഖകൾ വ്യക്തമാക്കുന്നത്. സഹകരണ സ്ഥാപനങ്ങളായ കേരാഫെഡിന്റെയും മിൽമയുടെയും ഉൽപ്പന്നങ്ങൾ വിദേശ വിപണിയിൽ വിൽക്കുന്നതിനുള്ള കരാറാണ് വിജ്ഞാപനമോ താൽപര്യപത്രമോ ഇല്ലാതെ മന്ത്രി പത്നിയുടെ കമ്പനിക്ക് നൽകിയത്. ഗണേഷ് കുമാറിന്റെ കുടപ്പുറക്കുന്നിലെ വീടിന്റെ അഡ്രസ്സിലാണ് ഈ കമ്പനി രജിസ്റ്റർ ചെയ്തിരിക്കുന്നത്. 2019 കമ്പനി തുടങ്ങിയതെങ്കിലും 2021 നിയമസഭാ തെരഞ്ഞെടുപ്പിൽ സത്യവാങ്മൂലത്തിൽ ഈ കമ്പനിയുടെ വിവരം ഗണേഷ് കുമാർ മറച്ചുവെച്ചതായും ആരോപണമുണ്ട്. 2025 ജാനുവരിയിലാണ് നേരത്തെ പറഞ്ഞതുപോലെ 13,00,000 രൂപയുടെ വെളിച്ചെണ്ണയാണ് ബിന്ദു മേനോന്റെ കമ്പനി വാങ്ങിയിരിക്കുന്നത്. ജനുവരി മുതൽ മാർച്ച് വരെയുള്ള കാലയളവിൽ 43,00,000 രൂപയുടെ ഇടപാടുകൾ മിൽമയുമായി നടത്തിയിട്ടുണ്ട്. സബ്സിഡി നിരക്കിൽ വെളിച്ചെണ്ണ നൽകണമെന്ന കമ്പനിയുടെ ആവശ്യം കേരാഫെഡിൽ തർക്കങ്ങൾക്ക് ഇടയാക്കിയെങ്കിലും ഉന്നതതല സമ്മർദ്ദത്തിനൊടുവിലാണ് 15% കമ്മീഷൻ അനുവദിച്ചുകൊണ്ട് കരാർ ഉറപ്പിക്കുകയായിരുന്നു.
മിൽമ ഉൽപ്പന്നങ്ങൾ ന്യൂസിലാൻഡിലും ഓസ്ട്രേലിയയിലും വിൽക്കുന്നതിനുള്ള കരാറും ഇതേ കമ്പനിക്ക് തന്നെയാണ് ലഭിച്ചത്. മാസം കുറഞ്ഞത് 20 ലക്ഷം രൂപയുടെ നെയ്യും 5 ലക്ഷം രൂപയുടെ മറ്റു ഉൽപ്പന്നങ്ങളും എടുക്കണമെന്നാണ് മിൽമയുമായുള്ള കരാർ. കൃഷി വകുപ്പിന് ചെടിച്ചട്ടികൾ നൽകാൻ തയ്യാറാണെന്ന് കാട്ടി ഈ കമ്പനി കത്ത് നൽകിയതായും വിവരമുണ്ട്. കേരാഫെഡ് വെളിച്ചെണ്ണ വാങ്ങി ദുബായിലെ കമ്പനിക്ക് നൽകുന്ന ഇടനിലക്കാരായാണ് മിഡ്നൈറ്റ് സൺ പ്രവർത്തിക്കുന്നത്. അധികാരം ഉപയോഗിച്ച് സ്വന്തം കുടുംബാംഗത്തിന്റെ കമ്പനിക്ക് വഴിവിട്ട രീതിയിൽ സർക്കാർ കരാറുകൾ ഒപ്പിച്ചു നൽകുന്നത് ഗുരുതരമായ സ്വജനപക്ഷപാതമാണെന്ന വിമർശനം ശക്തമാണ്. മത്സര പ്രക്രിയ ഒഴിവാക്കി മന്ത്രി പത്നിയുടെ കമ്പനിയെ തെരഞ്ഞെടുത്തതിൽ അസ്വാഭാവികതയില്ലെന്ന കേരാഫെഡ് അധികൃതരുടെ വിശദീകരണം ദുരൂഹത വർദ്ധിപ്പിക്കുന്നുണ്ട്. ഏതായാലും തന്റെ സ്വകാര്യ ബന്ധങ്ങളെ കുറിച്ച് എന്ത് തീരുമാനമെടുത്താലും അത് അവനവന്റെ വ്യക്തിപരമായിട്ടുള്ള വിഷയമായിരിക്കും. എന്നാൽ ഒരു മന്ത്രി അതേ വാദം മുന്നോട്ട് വയ്ക്കുമ്പോൾ കാര്യം വ്യത്യസ്തമാണ്. ഒരു മന്ത്രി ഒരു പൊതുപ്രവർത്തകനാണ്. അദ്ദേഹത്തിന്റെ പെരുമാറ്റം സമൂഹത്തിൽ ഒരു മാതൃകയായി പ്രവർത്തിക്കുകയോ അല്ലെങ്കിൽ ഒരു തെറ്റായ സന്ദേശമായി മാറുകയോ ചെയ്യും. അതിനാൽ തന്നെ അദ്ദേഹത്തിന്റെ വ്യക്തിപരമായ പെരുമാറ്റം പോലും പൊതുസമൂഹത്തിന്റെ ചോദ്യം ചെയ്യലുകൾക്ക് വിധേയമാകുന്നതും സ്വാഭാവികമാണ്. തീർച്ചയായിട്ടും ഇത്തരത്തിൽ നേരിട്ടുള്ള പ്രത്യേകിച്ച് വഴിവിട്ട നീക്കങ്ങളൊന്നും നടത്താതെയാണ് മന്ത്രി പത്നിക്ക് ഇത്തരത്തിലൊരു സൗകര്യം സർക്കാരിന്റെ ഭാഗത്തു നിന്നും ഉണ്ടായിട്ടുള്ളത് എങ്കിൽ അവർ തീർച്ചയായിട്ടും മറുപടി പറഞ്ഞേ മതിയാകുള്ളൂ. മറ്റേത് കുടുംബ പ്രശ്നമാണെന്നുണ്ടെങ്കിൽ അത് തീർച്ചയായിട്ടും അങ്ങനെയല്ല. കേരാഫെഡും മിൽമയുമായി ബന്ധപ്പെട്ടിട്ടുള്ള പ്രശ്നമാണ്. തീർച്ചയായിട്ടും അതിന് മറുപടി നൽകിയേ മതിയാകുള്ളൂ. ഏതായാലും ഈ സാഹചര്യത്തിൽ കേരളത്തിലെ രാഷ്ട്രീയത്തിന്റെ പ്രതികരണവും ശ്രദ്ധേയമാണ്. കാരണം എപ്പോഴും സ്ത്രീപക്ഷം, സാമൂഹ്യനീതി, പുരോഗമന രാഷ്ട്രീയം തുടങ്ങിയ ആശയങ്ങൾ രാഷ്ട്രീയ പ്രഭാഷണങ്ങളിൽ നിരന്തരം ഉയർത്തുന്നവരാണ്. എന്നാൽ ഇത്തരം വിവാദങ്ങളിൽ പലപ്പോഴും രാഷ്ട്രീയ പാർട്ടികൾ മൗനം പാലിക്കുന്നു. അധികാരത്തിന്റെ സൗകര്യങ്ങൾ പലപ്പോഴും ധാർമ്മിക നിലപാടുകളെ മറികടക്കുന്നു. കേരളത്തിലെ ഫെമിനിസ്റ്റ് പ്രസ്ഥാനങ്ങൾക്കും ഇവിടെ ഒരു വലിയ ഉത്തരവാദിത്തമുണ്ട്. സ്ത്രീപക്ഷ രാഷ്ട്രീയം അധികാരത്തിന്റെ സൗകര്യങ്ങളോട് ചേർന്ന് മിണ്ടാതിരിക്കുന്നതാകരുത്. അധികാരത്തെ ചോദ്യം ചെയ്യാനുള്ള ധൈര്യം അതിനുണ്ടായിരിക്കണം. തീർച്ചയായിട്ടും ഇവിടെ എന്താണ് സംഭവിച്ചിരിക്കുന്നത് എന്നുള്ളതിൽ സർക്കാരിൻ്റെ ഭാഗത്തു നിന്നും അതുപോലെ തന്നെ മന്ത്രി ഗണേഷ് കുമാറിന്റെ ഭാഗത്തു നിന്നും ഒരു മറുപടി ഉണ്ടാകുമെന്ന് തന്നെ പ്രതീക്ഷിക്കാം.